പിണക്കമുള്ളവരോടെല്ലാം പോയി മിണ്ടാൻ തുടങ്ങിക്കോണം. ആരും ഇവിടെ പകയം വെച്ചോണ്ടിരിക്കരുത്. പക വെച്ചോണ്ട് ആരും കർത്തൃമേശ എടുക്കരുത്. കളിയൊന്നുമല്ല ഇത്. ആരെങ്കിലുമായിട്ട് പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് പോയി സോറി പറഞ്ഞിട്ട് വേണം തിരുമേശയിൽ ഭാഗമാക്കാൻ. അവരായിരിക്കും നിങ്ങളോട് തെറ്റ് ചെയ്തത്. എന്നാൽ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് നിങ്ങൾ എന്തോ ചെയ്യണം? നിങ്ങൾ അങ്ങോട്ട് പോയി പറയണം, സൗരി നിങ്ങളാ എനിക്കിട്ട് ദ്രോഹം ചെയ്തത്, പക്ഷെ ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്നോട് ക്ഷമിക്കുക. ഗ്രഹാം സ്റ്റൈൻ എന്ന് പറയുന്ന ദൈവദാസൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടെ വന്ന് സുവിശേഷ പ്രവർത്തനം നടത്തി. 3 മക്കളുണ്ട്. ഗ്ലാഡിസ് എന്ന് പറയുന്ന ഈ ഭാര്യ, ഗ്രഹാം സ്റ്റൈനും 3 മക്കളും. ഒരിക്കൽ ഗ്രഹാം സ്റ്റൈനെയും 2 മക്കളെ ഫിലിപ്പ് തിമോത്തിയും കൂടെ ഒന്നിച്ച് യാത്ര ചെയ്തു ജീപ്പിൽ. സുവിശേഷ വിരോധികൾ അവരെ കൊന്നുകളഞ്ഞു. തീയിട്ട് ജീപ്പിന് എല്ലാം കത്തിച്ചാമ്പലായി. അവരെ അടക്കി. ഈ സഹോദരി മകളും മാത്രം ശേഷിച്ചു. കോടതിയിൽ വിധി വന്നു. കോടതി ചെന്നപ്പോൾ ജഡ്ജി ചോദിച്ചു, ഇവരെന്തോ ചെയ്യണം? ഗ്ലാഡിസ് പറയാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ ഗ്ലാഡിസ് പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിച്ചത് യേശുവിന്റെ സുവിശേഷത്തെയാണ്. യേശു ക്ഷമിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. എന്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ, എന്റെ ഭർത്താവിനെ മരിൻകൊല ചെയ്ത ഇവരോട് ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്ഷമിക്കുന്നു. നമുക്ക് അത്രയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നമുക്കെതിരെ ചിലപ്പോൾ എന്തെങ്കിലും കൈ ഊങ്ങി വർത്താനം പറഞ്ഞിട്ടുണ്ടായിരിക്കും, ചീത്ത വിളിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ മനഃപൂർവ്വം നമുക്ക് അവരോടൊന്ന് ക്ഷമിക്കാം. നമുക്ക് ക്ഷമിക്കാം. അവിടെ മാത്രം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങത്തുള്ളൂ. ഹോളി സ്പിരിറ്റിനെ ദുഃഖിപ്പിക്കരുതെന്നുള്ള വാക്കെന്താണെന്നോ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വീടി വലിക്കരുത്, കള്ളു കുടിക്കരുത് മാത്രമല്ല, മറ്റുള്ളവനോട് പിണങ്ങിയിരിക്കുമ്പം പരിശുദ്ധാത്മാവിന്റെ ഹൃദയം എങ്ങുക. പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയാനൊക്കെ, മറ്റവൻ അവിശ്വാസിയല്ലേ. പരിശുദ്ധാത്മാവെന്ന് നിങ്ങൾ പറഞ്ഞ് പരിശുദ്ധാത്മ മടുത്തു. പരിശുദ്ധാത്മാ നീ പോയി അങ്ങ് മിണ്ട്, നിനക്ക് അനുഗ്രഹം വേണം, നീ അതങ്ങ് ചെയ്യ, നീ അങ്ങ് ക്ഷമിക്കുക, നീ അങ്ങ് ഓക്കെ പറ, നീ അതിനെ മറന്നുകളാ എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോടും പറയുകയാണ്. നിങ്ങൾ മനഃപൂർവ്വം ക്ഷമിച്ചുകളാം. നിങ്ങളെ ഉപദ്രവിച്ചവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ അനുഗ്രഹിക്കുക. അതിന്റെ അനുഗ്രഹം നിങ്ങൾ കാണും, നിങ്ങളുടെ തലമുറകൾ കാണും.